പേരെന്താ? എൻ്റെ പേര് KS രമണി. KS രമണി. You are from which place? Origin from കാസർഗോഡ്. ഇപ്പോൾ Now I am living in Bangalore. ബാംഗ്ലൂരിലെ താമസം. അപ്പോൾ നിങ്ങൾ വയസ്സെത്രയായി? 73. നിങ്ങൾ ഈ ശിവശക്തി ചൈതന്യം ധ്യാനം ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര നാളായി? 1.5 വർഷമായി. 1.5 വർഷമായി. ധ്യാന സമ്പ്രദായം ഇഷ്ടപ്പെട്ടു? വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾ നിത്യം എത്ര നേരം ധ്യാനം ചെയ്യുന്നുണ്ട്? 1 മണിക്കൂർ 1.5 മണിക്കൂറോളം ചെയ്യുന്നുണ്ടോ? 1 മണിക്കൂറാണ് പതിവ്. സ്വാമി ചാനലിൽ തുടങ്ങുന്ന ആ ടൈം അനുസരിച്ച് ആ സമയം ഓർത്തിരിക്കുകയാണ്. ചെവിയൊക്കെ ഉണരും. ആ സമയത്ത് അറിയാതെ ഉണർന്നിട്ട് വളരെ ചിട്ടയോടെ തന്നെ ധ്യാനത്തിൽ പങ്കെടുക്കാറുണ്ട്. അതുകൊണ്ട് എനിക്ക് വളരെ വളരെ ആശ്വാസമുണ്ട്. ഓരോ കാര്യങ്ങൾക്ക് ഓരോ ദിവസത്തിൻ്റെ സ്റ്റാർട്ടിങ് അങ്ങനെ ആകുമ്പോൾ എന്നും എല്ലാ കാര്യത്തിനും എത്ര അസ്വസ്ഥതകളുണ്ടെങ്കിലും അതിനെയൊക്കെ മറികടന്നിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു ഊർജം ലഭിക്കുന്നുണ്ട്. ഇതിലിപ്പോൾ നമ്മൾ 2 ടൈപ്പ് ധ്യാനം ചെയ്യുന്നുണ്ട്. 5 മുതൽ 6 വരെ ഫ്ലൂട്ട് മ്യൂസിക് ധ്യാനം, 6 മണിക്ക് ശേഷം ലളിതാ സഹസ്രനാമം, നവഗ്രഹ മന്ത്രം, ശിവപഞ്ചാക്ഷരി, പിന്നെ ലളിതാ സഹസ്രനാമം, ശിവപഞ്ചാക്ഷരി, നവഗ്രഹ മന്ത്രം, ഗായത്രി മന്ത്രം. എല്ലാം വളരെ മന്ത്രത്തിന്റെ എഫക്റ്റ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നല്ല രീതിയിൽ വളരെ ഗുണമുണ്ടല്ലേ? ലളിതാ സഹസ്രനാമം വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് നിത്യം ചൊല്ലുന്നുമുണ്ട്. അതുകൊണ്ട് അത് ഇനി എങ്ങനെ ചൊല്ലണം എന്നുള്ളത് ഈ ധ്യാനത്തിൽ നിന്ന് കുറേ കൂടി നമുക്ക് മനസ്സിലാകുന്നുമുണ്ട്. ഏത് രീതിയിൽ വേണം അത് ഓരോന്നും അർത്ഥം മനസ്സിലാക്കി ചൊല്ലണം എന്നൊക്കെയുള്ള അറിവ് ഈ ധ്യാനത്തിലൂടെ ലഭിക്കുന്നുണ്ട്. ആരോഗ്യപരമായിട്ടും മാനസികമായിട്ടും നല്ല പുരോഗതി എന്തെങ്കിലും ഇതിലൂടെ കിട്ടുന്നുണ്ട്? ആരോഗ്യപരമായിട്ട് ശരിയായിക്കൊണ്ടിരിക്കുന്നു എന്നേ പറയാൻ പറ്റുന്നുള്ളൂ. അവരൊക്കെ ചില സമയത്ത് ഷുഗർ പേഷ്യൻ്റ് ആയതുകൊണ്ട് ഷുഗർ ഡൗൺ ആകുമ്പം ഭയങ്കര വിറയലും ഇങ്ങനത്തെ അസ്വസ്ഥതകളൊക്കെ വരാറുണ്ട്. പിന്നെ അതിന് വേണ്ടുന്ന പരിഹാരമൊക്കെ ധ്യാനത്തിലൂടെ നിങ്ങൾക്ക് ഷുഗറിന്റെ പ്രോബ്ലം കുറച്ചെങ്കിലും കുറഞ്ഞു കിട്ടിയിട്ടുണ്ടോന്ന് ചോദിക്കാം. അതുകൊണ്ട് അന്ന് നേരത്തെ നല്ല ഷുഗറായിരുന്നു ആദ്യകാലത്തൊക്കെ എനിക്ക്. ഇപ്പോഴാണ് ഷുഗറിന്റെ 3 months ആവറേജിനും ഒക്കെ ഒത്തിരി മാറ്റം വന്നു. ധ്യാനത്തിലൂടെ തന്നെ അത് ഉറപ്പായിട്ട് പറയാം. പിന്നെ ഡോക്ടറെ കാണുന്നുമുണ്ട്. എല്ലാം വേണ്ട പോലെ അതൊക്കെ ഒരു ഭാഗത്തൂടെ എല്ലാം ചെയ്യുന്നുമുണ്ട്. പിന്നെ കുടുംബാംഗങ്ങളെല്ലാവരും, പ്രത്യേകിച്ച് നമ്മളെ മക്കളും എല്ലാവരും നല്ലോണം സഹകരിക്കുന്നുണ്ട്. നമ്മളെ നേരെയാക്കുന്നതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നുണ്ട്. നമ്മളും അതുപോലെ തന്നെ ആണ് ജീവിക്കുന്നത്. ധ്യാനം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, തുടർന്ന് ചെയ്യുന്നുണ്ട്? തുടർന്നും ചെയ്യും. ഇത് നിങ്ങൾ അറിയുന്നവരെ ഒന്ന് ഇതിലേക്കൊന്ന് കൊണ്ടുവന്നാൽ അവർക്ക് ധ്യാനത്തിൻ്റെ ഈ നമുക്കുള്ള പ്രയോജനം എന്താണ്, ധ്യാനം കൊണ്ട് ആരോഗ്യപരമായിട്ടും മാനസികപരമായിട്ടും നമ്മളുടെ അതായത് ആത്മീയ സ്പിരിച്വൽ ഇമ്പ്രൂവ്മെന്റിന് വേണ്ടിയിട്ടാണ് ധ്യാനം ചെയ്യുന്നത്. അത് മുഴുവൻ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടല്ലേ? എല്ലാം ഇമ്പ്രൂവ്മെന്റ് നിങ്ങൾ തുടരാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. ബാക്കിയുള്ളവരെ കിട്ടിയാൽ അവരെ കൂടി എല്ലാവരെയും കൂടുതൽ ഇതിൽ ചേർക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. അത് പിന്നെ ഓരോരാളുകൾക്കും ഓരോ അസൗകര്യങ്ങൾ പറയുമ്പം എന്നാലും നമ്മൾ ഇതിൻ്റെ ഗുണം ഓരോരുത്തരെയും അറിയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ധ്യാനം ചെയ്താൽ എത്ര നേട്ടമുണ്ട് എന്നുള്ളതൊക്കെ അത് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ്. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? വേറെ പിന്നെ ഈ ചാനലിൻ്റെ ആൾക്കാരോട്, സ്വാമിയോടും മേന്മയോടും എല്ലാവരോടും എപ്പോഴും ഞാൻ നന്ദിയുള്ളതായിരിക്കും. അതൊക്കെ എനിക്ക് കൂടുതൽ പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു വെരി മച്ച്.